റെഡി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ് എമ്പുരാൻ. എമ്പുരാനെ കുറിച്ച് നമ്മുടെ എമ്പുരാൻ എന്താണ് പറയാനുള്ളത് അത് നോക്കാം. അതിൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ അതിൻ്റെ ഒഫീഷ്യൽ ടീസർ വന്നിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ ലോഞ്ചിനിടയിൽ ലാലേട്ടൻ സംസാരിച്ചത് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ആശീർവാദിട്ടുണ്ട്. ലാലേട്ടൻ എന്ന് പറയരുത്, എമ്പുരാൻ. എബ്രഹാം സ്റ്റീഫൻ. എബ്രഹാം സ്റ്റീഫൻ ആള് പറയും, ആള് സംസാരിക്കും. പിന്നെ കാണും വേണം, കേൾക്കും വേണം. ശരിക്കല്ലേ, ശരിക്കൊന്ന് കേൾക്കണത്. ഓക്കെ. അടുത്തത് ഞാൻ എന്താ പറയാ, ഞാനാണ് വിളിക്കേണ്ടതെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു റിക്വസ്റ്റ് എംപുരാനെ, അതിന്റെ സംവിധായകൻ. ശരി, അവതാരകന് കുറച്ച് ക്യാഷ് കുറച്ചു കൊടുക്കണേ. Abraham Stephen, please come on stage. Ladies and gentlemen, the one and only Mohanlal sir, the actor, the hero, with the director. അപ്പൊ ലാലേട്ടൻ ഞാൻ നോക്കിയതാണോടാ അത് ഓട്ടോ. Mr. Subhaskar, thank you so much. ലാലേട്ടാ For joining hands with us. പറ സൗദേ. With Ashirwad to make this happen. ഇബ്രാനെ കുറിച്ച് എന്താ പറയണ്ടേ? കഥ പറയും, എംബ്രാന്റെ കഥ പോട്ടെ. ഡോൺലി ഉണ്ടെന്നൊക്കെ പറയാം. Claiming that he is an accidental director എന്നുള്ളത്. ആക്സിഡന്റ് ഡയറക്ടർ, പാർട്ട് ടൈം ഡയറക്ടർ അല്ലേ? ഇല്ല, ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ അവിടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ സിനിമ മാറുകയാണ്. ആ സിനിമയുടെ മാറ്റത്തിലൂടെ സഞ്ചരിച്ചിട്ട് പുതിയ ദൃശ്യാനുഭവം കാഴ്ചവെക്കാൻ ഇദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. ലൈക്ക് മുകേഷ് തിരുമേനി പറഞ്ഞതുപോലെ ഈസ് എ വെരി ക്രൂവൽ ഡയറക്ടർ. He extract what he wants. And there is a way to do the film. അപ്പോൾ ആ സിനിമയിൽ എന്തുകൊണ്ടാണ് ആ സിനിമയിൽ ആക്ടേഴ്സ് ഉണ്ടാകുന്നത്? ബിക്കോസ് ഓഫ് ദി ഡയറക്ടർ. നമ്മൾ ഏത് സിനിമ ഐ ട്രസ്റ്റ് മൈ ഡയറക്ടർ. ഇവിടെ ഇരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് എൻ്റെ സിനിമ ഡയറക്റ്റ് ചെയ്ത ആൾക്കാർ. I trust my director. So as an actor, I have high hopes on him. He will be one of the best directors in India. Very strong to be. Because അങ്ങനത്തെ സിനിമകളാണ് അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചത്. And that is why you are destined to do films like this. So let it happen. അതിന് ഞങ്ങളൊക്കെ കാരണക്കാരായി എന്നുള്ളതാണ്. സോ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അമ്മയെ അവരുടെ ഫാമിലിയായിട്ടൊക്കെ അറിയാം. അതുകൊണ്ടല്ല, ഒരു ഡെഡിക്കേഷൻ എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. ദ വേ ഹി ദ ലെൻസിങ്, ഒരു ക്യാരക്ടറിനെ എങ്ങനെയാണ് പോർട്രേ ചെയ്യേണ്ടതൊക്കെ, അതൊക്കെയാണ് ആ സിനിമയുടെ വിജയം. എല്ലാ ഡയറക്ടേഴ്സും അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ സബ്ജക്റ്റിന് വേണ്ട വിധത്തിൽ ഓരോ സിനിമ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യേണ്ടതെന്നുള്ള വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. സോ കമ്മിങ് ടു എംപുരാൻ, ലൈക്ക് പ്രതി സെഡ്, വി ഹാഡ് ലോട്ട് ഓഫ് ഒബ്സ്റ്റക്കിൾസ്. ഞങ്ങൾക്ക് ഒരുപാട് സഹനം സഹിച്ചാണ് ഞങ്ങൾ ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ദിസ് ഓൾ വിത്തിൻ അസ്. അത് പറയേണ്ട കാര്യമില്ല. അതൊക്കെ സഹിച്ചുകൊണ്ട് ഞങ്ങൾ എങ്ങനെയാണ് ഈ സിനിമ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. അതിൽ 100% അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബിക്കോസ് ഞാൻ ആ സിനിമ കണ്ടതാണ്, നിങ്ങൾ കാണാൻ പോകുന്നതാണ്. താങ്ക് യു വെരി മച്ച് എല്ലാവർക്കും, കുമരൻ, റെസ്റ്റ് ഓഫ് ദ പീപ്പിൾ, മുകേഷ് തിരുമേനി ഫോർ ജോയിനിങ് വിത്ത് us, and let us make it as a very big film. And definitely we need support from you people. Like we have to do big films. നമ്മുടെ ഇൻഡസ്ട്രി സ്ലോലി ഭയങ്കര ഒരു ഓപ്പണിംഗ് ആണ്, ഫിലിം ഇൻഡസ്ട്രി, എസ്പെഷ്യലി ഫ്രം സൗത്ത് നോർത്ത് എന്നൊന്നും ഇല്ലെങ്കിലും സൗത്തിലെ സിനിമ എന്നാണ് പറയുന്നത്. സോ ഞാൻ എൻ്റെ സിനിമ ഷൂട്ട് ചെയ്യുമ്പോഴും ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴും എല്ലാവരും ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നത്, വെൻ ഈസ് എംപുരാൻ ഗെറ്റിംഗ് റിലീസ്ഡ്? കാര്യം ഞങ്ങളെല്ലാം ലൂസിഫർ കണ്ടാണ്, എന്നാണ് ഈ സിനിമ. സോ ആ സിനിമയ്ക്ക് ഒരു മാജിക് ഉണ്ട്. ആ മാജിക്ക് ഞങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. താങ്ക് യു മുരളി, നിങ്ങളുടെ പേരിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എംപുരാൻ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ കുറച്ച് താഴെ നിൽക്കുന്ന ആളാണ്. ഇനി മൂന്നാമത്തെ ഭാഗത്തിൽ അദ്ദേഹം എന്താണ് പേരിടുന്നത് എന്ന് എനിക്കറിയില്ല. അത് ഒരു ദൈവം എൻ്റെ കയ്യൊപ്പുള്ള സിനിമയായിട്ട് ഈ 3 സിനിമയെ മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സാറിന് അറിയാം ആക്ച്വലി. ആൻ്റണി, താങ്ക് യു സോ മച്ച് ഫോർ ട്രസ്റ്റിംഗ് അസ്. എന്നെയും അല്ലെങ്കിൽ തീർച്ചയായിട്ടും പൃഥ്വിയൊക്കെ വിശ്വസിച്ചുകൊണ്ട് ഈ സിനിമയുടെ പുറകെ സഞ്ചരിച്ചു. എനിക്കറിയാം ആൻ്റണി എങ്ങനെയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്, എത്രത്തോളം കഷ്ടപ്പാട് സഹിച്ചു. ടേക്കൻ എ ലോങ്
ഓഫ് പെയിൻ. അത് പെയിൻ എന്നുള്ള വാക്കാണ് കറക്റ്റ്. എല്ലാ സിനിമയും അങ്ങനെയാണ്. ആൻഡ് വി റെസ്പെക്ട് അവർ പ്രൊഡ്യൂസേഴ്സ്. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേര് എൻ്റെ പ്രൊഡ്യൂസേഴ്സാണ്. എല്ലാവരെയും ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. ഒരു പ്രൊഡ്യൂസറുടെ വേദന എനിക്കറിയാം. ലൈക്ക് ഹീ സെഡ്, ഞാൻ എൻ്റെ അടുത്ത് നിന്ന് ഷൂട്ടിംഗ് ഇല്ല എന്ന് പറയുന്നത്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു ക്ലൈമറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ ഒരുപാട് ദിവസം ഞങ്ങൾ വെറുതെ ഇരിക്കേണ്ടി വന്നു. ഇറ്റ്സ് ഇൻ ഗുജറാത്ത്. നമ്മുടെ പക്ഷേ യൂണിറ്റ് ചെറുതായിരുന്നു. കാര്യം അങ്ങനെയാണ് ഷൂട്ട് ചെയ്തത്. 400 പേരൊക്കെ ഉണ്ടാവില്ല. 300-400 ആൾക്കാരായതുകൊണ്ട് ഇറ്റ്സ് എ സ്മോൾ യൂണിറ്റ് ആൻഡ് ഇറ്റ്സ് എ സ്മോൾ ഫിലിം. ആൻഡ് ഐ വാണ്ട് ടു നോ വാട്ട് ഹി മീൻസ് ബൈ എ ബിഗ് ഫിലിം ആൻഡ് ലെറ്റ് ഇറ്റ് ഹാപ്പൻ. ആൻഡ് ഞാനും അതിലുണ്ടാകാൻ എനിക്ക് ഭാഗ്യം ഉണ്ടാകട്ടെ. താങ്ക് യു ഈച്ച് ആൻഡ് എവരി വൺ. ആൻഡ് പൃഥ്വി പറഞ്ഞതുപോലെ പൃഥ്വിയുടെ യൂണിറ്റ് ഈസ് സോ ഗുഡ്. എനിക്ക് ഒരുപാട് സിനിമ, ഞാനൊരു 370 സിനിമ ചെയ്തിട്ടുണ്ട്. പക്ഷേ the commitment of the people who are working with Prithvi is fabulous. എല്ലാവരും എല്ലാ സിനിമകളിലും അങ്ങനെ വേണമെന്നാണ് ഞാൻ. ഐ റെസ്പെക്ട് പീപ്പിൾ വർക്ക്സ്. അത് അത്രയും ഡെഡിക്കേഷനോട് കൂടിയാണ് ആ സിനിമ വർക്ക് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആ സിനിമയിലുണ്ടാകും. ആൻഡ് ഇപ്പോൾ ഈ സമയത്ത് എമ്പുരാനിൽ വർക്ക് ചെയ്ത എല്ലാവരെയും, അങ്ങനെ നമ്മുടെ ഡയറക്ഷൻ സൈഡിലല്ല, എല്ലാവരെയും, ക്യാമറയായാലും എനിക്കൊരു ഗ്ലാസ് ഒരു വെള്ളം കൊണ്ട് തന്നാലെ പോലും ഞാൻ ഈ സമയത്ത് ഞാൻ ബഹുമാനത്തോടെ ഞാൻ കാണുന്നു. നമുക്ക് ഏറ്റവും നല്ലൊരു സിനിമയായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എപ്പോഴും നമ്മൾ വെൻ വി സ്റ്റാർട്ട് എ ഫിലിം ഇറ്റ്സ് അവർ ഹോപ്പ് ദാറ്റ് ദിസ് വിൽ ബി ദ ബിഗസ്റ്റ് ഹിറ്റ്. അതേ ഹോപ്പോട് കൂടി വി ആർ മൂവിങ്. ലെറ്റ് ഇറ്റ് ബി എ ബിഗ് സക്സസ്. ആൻഡ് താങ്ക്സ് വൺസ് അഗെയിൻ ലൈക്ക സുഭാസ്കർ. പുള്ളിക്ക് he couldn't come, but just convey our love and regards to him. Thank you very much and have a wonderful night. Thank you. താങ്ക് യു സോ മച്ച് ലാലേട്ടാ. പേര് ഞങ്ങൾക്ക് അറിയില്ലെങ്കിലും ആ സിനിമ ഉടനെ ഉണ്ടാവാൻ, ഈ എമ്പുരാൻ റിലീസ് ചെയ്ത അടുത്ത ദിവസം മുതൽ പേര് പറഞ്ഞു കൊടുത്തോ? അതാണ് പേര്. എനിക്ക് സത്യമായിട്ട് അറിയില്ല. നിങ്ങളെല്ലാവരും പതുക്കെ അറിഞ്ഞാൽ. താങ്ക് യു സോ മച്ച്. കൊള്ളാം കൊള്ളാം, പൊളി പൊളി. നല്ല മൂഡിലാണ് ആള്. ആളുടെ മുഖം നല്ല തെറിയ പറഞ്ഞു. അതെ, ആങ്കറിന്റെ മുഖം ഇതൊക്കെ കൊള്ളാം. മുണ്ടാണ്ട് അവിടെ ഇരുന്നാ പോലെ അതൊക്കെ ചോദിച്ചിട്ട് ടൈറ്റിലല്ല പറഞ്ഞു കൊടുത്തത്. ഗംഭീര സാധനം. ഞാനതിൽ ഓർത്ത കാര്യം എന്താ അറിയോ, അതായത് ഒരു ചായ ഇട്ട് തന്ന ആൾക്കാർക്ക് പോലും നന്ദി പറയുന്നല്ലേ. അതെ. അപ്പൊ എന്തായാലും നമുക്ക് നന്ദി അതിലുണ്ട്. പിന്നെ തീർച്ചയായിട്ടും, കാരണം നമ്മള് ഈ ഒരു സിനിമയുടെ പേരിലല്ലേ ഇത്രയും വീഡിയോ ഒക്കെ ചെയ്യുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ നമുക്കും അതിലൊരു നന്ദി ഉണ്ടേ. നമുക്കും ആ സിനിമയുടെ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. പക്ഷെ ഫസ്റ്റത്തെ സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതായത് ലാലേട്ടന്റെ ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നുണ്ടല്ലോ, ആക്ടറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡയറക്ടറാണെന്ന് പറഞ്ഞ സമയത്ത് ലാലേട്ടൻ ഇങ്ങനെ നോട്ടം നീ എന്നിട്ട് അതിനുള്ള ലാസ്റ്റ് കൊടുത്തു. അതിന് ലാസ്റ്റ് കൊടുക്കുകയും ചെയ്തു. ചെവി പിടിച്ച് നല്ല കൊടുക്കലെടുത്തു. മറ്റേത് തന്നെ എനിക്ക് വിളിച്ചിട്ടുണ്ടാകും. ഓക്കെ, എന്തായാലും അതായത് നല്ല സന്തോഷം നൽകുന്ന കാര്യമാണ്. പിന്നെ ആള് ഭയങ്കര കൂളാണ്, ഭയങ്കര ഹാപ്പിയാണ്, കോൺഫിഡൻ്റ് ആണ്. ആൾക്ക് ഇത് ഭയങ്കര പ്രതീക്ഷയുള്ള ഒരു സിനിമ തന്നെയാണ് ലാലേട്ടൻ. അതായത് അറിയാം ലൂസിഫർ എന്തായിരുന്നു എന്നുള്ളത്. അതായത് പൃഥ്വിരാജിനെ ഒരുപാട് വർണ്ണിക്കുന്നുണ്ട്. പക്ഷെ ആ വർണ്ണനയൊക്കെ ഏറ്റുവാങ്ങാനുള്ള ഒരാൾ തന്നെയാണ് ശരിക്കും പൃഥ്വിരാജ്. കാരണം നമ്മൾ എമ്പുരാൻ എന്ന് പറഞ്ഞ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു ഫാൻ ബോയ് ആയിട്ടുള്ള ഡയറക്ടർ സംവിധാനം ചെയ്തു വന്ന സിനിമ മലയാളത്തിൽ തന്നെ തലവര മാറ്റാന്നൊക്കെ പറഞ്ഞ സംഭവമായിരുന്നു. അത്രയ്ക്ക് ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുള്ള ആള് അതിന്റെ 2ാം ഭാഗം ചെയ്യുമ്പോൾ അത് അതിന്റെയൊക്കെ അപ്പുറമായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പായിട്ടും പറയാൻ പറ്റും. എന്തായാലും വലിയ രീതിയിൽ തന്നെ ഇത് ഒരുങ്ങുന്നു, ഒരുങ്ങിയിരിക്കുകയാണ്. അത് കണ്ടു എന്നാണ് നമ്മുടെ ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത്. നന്നായി വന്നിട്ടുണ്ടെന്നുള്ളൊരു പറഞ്ഞോ? അത് പറയൂലല്ലോ, അതെങ്ങനെ പറയാ, അത് പ്രേക്ഷകരല്ലേ തീരുമാനിക്കും. നല്ലതാണ്, സൂപ്പറാണെന്നങ്ങ് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ അങ്ങോട്ട്. എന്താണെങ്കിലും ലാലേട്ടൻ കണ്ടു എന്ന് പറഞ്ഞല്ലോ. സത്യമായിട്ടും ഒരുപാട് കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു വർഷത്തിന് മുകളിലായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. ആ സിനിമയെ കുറിച്ചാണ് പറയുന്നത്. മാർച്ച് 27 സിനിമ റിലീസിന് എത്തുകയാണ്. അതിനു മുന്നേ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ കേൾക്കുമ്പോൾ പോലും ഭയങ്കര സന്തോഷമാണ്. അതെ, അതിന് എന്ത് കുഞ്ഞു കാര്യമാണെങ്കിൽ പോലും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര സന്തോഷമായിരിക്കും നമുക്ക് തരുന്നത്. എന്താണെങ്കിലും വെയിറ്റ് ചെയ്യാം. ഇനി ട്രെയിലർ വരാനുണ്ടാവും. ഈ സിനിമ റിലീസായതിനു ശേഷം ഉടനെ തന്നെ, അതായത് നമ്മുടെ എമ്പുരാൻ
അനൗൺസ് ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗം 3 അങ്ങ് അനൗൺസ് ചെയ്ത് വിടും. ഉറപ്പല്ലേ? അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അതെന്താണ് പേര് എന്നുള്ളത് ഒന്നറിയണം. എന്തായാലും ഇവർ അത്രത്തോളം പ്ലാനിങ്ങിലാണ് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അതിൻ്റെ ടൈറ്റിൽ ആൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളത്. അതെ, 2ാം ഭാഗം ഇറങ്ങാൻ പോകുന്നേ ഓൾറെഡി അതിന്റെ ഇൻസ്റ്റാൾമെന്റ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അല്ല പിന്നെ എന്ത് ആര് എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ അതിൽ ഇവർക്ക് കൃത്യമായ ധാരണ ഉണ്ട്. മുരളി ഗോപി അതിനുള്ള പണിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. എബ്രഹാം സ്റ്റീഫൻ. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരിക്കാം അടുത്ത അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട്. ഞങ്ങൾ എന്തായാലും പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.